നമസ്കാരം. ഗ്രോ ആൻഡ് ബ്ലൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ അഗ്ലോണിമ, ഇനി നമുക്ക് മഴക്കാലമാണല്ലോ വരാൻ പോകുന്നത്, മഴ തുടങ്ങി. അപ്പോൾ നമുക്ക് മഴക്കാലത്ത് അഗ്ലോണിമ കെയർ ചെയ്യുന്നതിനെ പറ്റി, അത് കൂടുതൽ ചീഞ്ഞു പോകാതിരിക്കാനും അതിൻ്റെ സംരക്ഷണമൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പം ആദ്യം അഗ്ലോണിമയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഈ അഗ്ലോണിമയ്ക്ക് ഇട്ടിരിക്കുന്ന പോട്ടിംഗ് മിക്സൊക്കെ കുറച്ച് പഴകിയതാണെങ്കിൽ, ഒരു 2 വർഷമൊക്കെ ആയതാണെങ്കിൽ നമ്മൾ ആദ്യം അതൊന്ന് മാറ്റി പുതിയ പോട്ടിംഗ് മിക്സ് ഇടുക. അപ്പോൾ ഈ മഴക്കാലത്ത് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുമ്പോൾ ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പോട്ടിംഗ് മിക്സിൻ്റെ. ആ പോട്ടിംഗ് മിക്സിൽ കുറച്ചുകൂടി ഉമി കൂടുതൽ ചേർത്തിട്ട് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുക. അതായത് ഞാൻ അതിൽ പറഞ്ഞത്, ഒരു ഭാഗം മണ്ണിര കമ്പോസ്റ്റ് ആണെങ്കിൽ ഒരു ഭാഗം ചകിരി കമ്പോസ്റ്റ്, ഒരു ഭാഗം ഉമി, അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അതിന് പകരം 2 ഭാഗം ഉമി എടുക്കുക. ഒരു ഭാഗം മണ്ണിര കമ്പോസ്റ്റ്, ഒരു ഭാഗം വെർമി കമ്പോസ്റ്റ്, ചകിരി കമ്പോസ്റ്റ്, പിന്നെ 2 ഭാഗം ഉമി. അങ്ങനെ എടുക്കുമ്പോൾ ഈ പോട്ടിംഗ് മിക്സ് നല്ല ലൂസായിട്ടിരിക്കും. മഴ പെയ്ത് എത്ര വെള്ളം വീണാലും പെട്ടെന്ന് ഊർന്ന് പോയിക്കോളും താഴെ കൂടെ. പിന്നെ പോട്ടിൻ്റെ അടിഭാഗത്ത് കുറച്ചധികം ചകിരിനാരും ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ മഴക്കാലത്തേക്ക് നമ്മൾ പോട്ട് ചെയ്യുന്നതാണെങ്കിൽ ഈ രീതിയിൽ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കി എടുക്കുക. പിന്നെ ചെയ്യേണ്ടത്, നമ്മൾ ഈ പ്ലാന്റിന് മഴക്കാലത്ത് നമ്മൾക്ക് വെള്ളം അധികം ഒഴിക്കണ്ടല്ലോ. വെള്ളം ഒത്തിരി മഴ വീഴുന്ന ഭാഗത്താണ് വെക്കുന്നതെങ്കിൽ അവിടെ നിന്ന് മാറ്റി വയ്ക്കുക. പിന്നെ ചട്ടി നിലത്ത് മുട്ടി, അത് ടെറസിലായാലും എവിടെയായാലും നിലത്ത് മുട്ടിയാണ് വെച്ചേക്കുന്നതെങ്കിൽ ഒന്ന് പൊക്കി വെക്കാനായിട്ട്, ഒരു സ്റ്റാൻഡിൻ്റെ മുകളിലൊക്കെ പൊക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ചെയ്യേണ്ടത്, നമ്മൾ വേപ്പെണ്ണ മിശ്രിതം നീം ഓയിൽ നമ്മൾ കുറച്ച് 1 ലിറ്റർ വെള്ളത്തിലോ, കുറച്ച്, ഇതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ 10 ml 1 ലിറ്റർ വെള്ളത്തിലാണ് മിക്സ് ചെയ്യേണ്ടത്. നമ്മൾ അങ്ങനെ ഒഴിച്ചിട്ട് ആദ്യം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഞാൻ. നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള നീം ഓയിൽ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. ചിലത് കുറച്ച് അധികം ലിക്വിഡ് വെള്ളമൊക്കെ മിക്സ് ആയിട്ടുള്ള പോലെ കിട്ടാറുണ്ട്. ഇത് നല്ല കോൺസെൻട്രേറ്റഡ് ആണ്. ഇത് 10 ml, ഈ ഒരു അടപ്പ് 10 ml ആണ്. അത് ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിക്കുക. ഞാനിത് ഇതിനകത്തൊരു കനം കുറഞ്ഞൊരു തുണി ഇട്ടിട്ടുണ്ട്. ആ തുണി കൊണ്ട് ആദ്യം ഞാൻ ചെയ്യണത് എങ്ങനെയെന്ന് വെച്ചാൽ, കുറച്ച് ഒരു 2-3 ദിവസം നമ്മൾ മെനക്കെടേണ്ടി വരും മഴക്കാലത്തിന് മുന്നേ ആയിട്ട്. ആദ്യം ഇലയൊക്കെ ഒന്ന് നന്നായി തൂത്തെടുക്കും. ഇതിലിപ്പോൾ പൊടിയൊക്കെ എല്ലാത്തിലും ഉണ്ട്, കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കാത്തതുകൊണ്ട് പൊടിയൊക്കെ ഉണ്ട്. അപ്പം ആദ്യം ഒന്ന് ഇതിലുള്ള അഴുക്കോ പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ചിലപ്പം ഈ വെള്ള പൂപ്പലൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് തൂത്ത് മാറ്റാം. നമ്മൾ പറ്റുന്ന പോലെ എല്ലാ ഇലകളും ഒക്കെ ഒന്ന് തൂത്ത് നന്നായിട്ട് മാറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. എല്ലാ ഇലകളിലും ഇതിൻ്റെ സ്റ്റെമ്മിലൊക്കെ ഉണ്ടെങ്കിൽ പൂപ്പലോ എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതും എല്ലാം ഒന്ന് തൂത്ത് മാറ്റുക. അത് കഴിഞ്ഞ് എല്ലാം ചെടികളിലും അങ്ങനെ ചെയ്യാം. പിന്നെ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പിന്നെ ഇതേ നീം ഓയിൽ തന്നെ 10 ml ഒരു 1 ലിറ്റർ വെള്ളത്തിലെടുത്ത് ഒരു 2 ml സോഫ്റ്റ് ലിക്വിഡും കൂടി എടുത്ത് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് ഈ നീം ഓയിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാതെ മാക്സിമം ഈ വെള്ളത്തിൽ മിക്സ് ആവും. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ സ്പ്രേ ചെയ്യുക. അപ്പം ഇതിലുള്ള അഴുക്കുമൊക്കെ ആദ്യം നമ്മൾ തുടച്ചെടുത്തുകൊണ്ട് അഴുക്കുമൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൽ ഇങ്ങനെ സ്പ്രേ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ മൊത്തം ചെടിയുടെ താഴെ വരെയൊക്കെ ഇലയുടെ അടിയിലും
അപ്പോൾ തുടച്ചെടുത്തെടുത്ത് എത്താത്തടത്തെല്ലാം സ്പ്രേ ചെയ്യുമ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗങ്ങളിലും എത്തും. ഇതിൻ്റെ സ്റ്റെമ്മിൽ, ചുവട്ടിൽ, അല്ലെങ്കിൽ പോട്ടി മിക്സിലേക്കും കൂടി മൊത്തം ഒന്ന് സ്പ്രേ ചെയ്യാം. സ്പ്രേ ചെയ്യുമ്പോൾ ഈ ഇലയിൽ ഈ ഓയിലാണല്ലോ ഇത്, അപ്പോൾ ഒരു ഓയിലിൻ്റെ ഒരു പാട പോലെ ഈ ഇലയിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ മഴക്കാലത്തൊക്കെ ആയാലും മഴ പെയ്ത് വെള്ളം വീഴുകയൊക്കെ ചെയ്യുമ്പോൾ വെള്ളം അതിൽ കെട്ടി നിൽക്കാതെ, ഇലയിൽ തങ്ങി നിൽക്കാതെ ഇങ്ങോട്ട് ഊർന്നു പോകും. അതായത് നമ്മുടെ ചേമ്പലയിലൊക്കെ വെള്ളം വീഴുമ്പോൾ ഊർന്നിങ്ങനെ പോവില്ല, അതേപോലെ ഇതിൻ്റെ ഇലയിൽ വെള്ളം തങ്ങി നിൽക്കാതെ ഊർന്നു പോകും. അതാണ് നീം ഓയിൽ വെച്ച് സ്പ്രേ ആദ്യം ഒന്ന് തുടച്ചെടുത്തിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അതാണ് മഴക്കാലത്ത് ചെടികളെ സംരക്ഷിക്കാനുള്ള ഒരു മാർഗം. വെള്ളം കെട്ടി നിൽക്കാതിരിക്കും. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് മഴക്കാലത്ത് എന്തായാലും ഇതിന് ഫെർട്ടിലൈസർ ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്ത് ഒഴിച്ചു കൊടുത്താലും മഴ പെയ്ത് അതങ്ങനെ ഒഴുകിപ്പോവും. അപ്പോൾ നമുക്ക് എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യം, മഴക്കാലത്ത് ഒഴിക്കുന്നതും നമുക്ക് സൗകര്യം കുറവായിരിക്കും മഴക്കാലത്തൊക്കെ ഒഴിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമുക്ക് ബസാക്കോട്ട എന്ന് പറഞ്ഞ ഒരു സാധനം ഫെർട്ടിലൈസർ മേടിക്കാൻ കിട്ടും. അതായത് സ്ലോ റിലീസിങ് ഫെർട്ടിലൈസറാണിത്. NPK അടങ്ങിയിട്ടുള്ളതാണ്. നൈട്രജൻ, ഫോസ്ഫേറ്റ്, പൊട്ടാഷ്, ഇത് മൂന്നും അടങ്ങിയിട്ടുള്ളതായിരിക്കും ഇത് നമ്മൾ എല്ലാ ചെടിയുടെ ചുവട്ടിലും ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വിരൽ വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിക്ക് എന്തെങ്കിലും വെച്ചൊരു ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ചെടിയുടെ സൈസ് അനുസരിച്ച് നമ്മൾ ഈ ബോൾ അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. വലിയ ചെടിയാണെങ്കിൽ ഇത്രയൊക്കെ ഇട്ട് കൊടുക്കുക. ചെറിയ പ്ലാന്റ് ആണെങ്കിൽ ഒരു 3-4 ചെടിയുടെ സൈസ് അനുസരിച്ച് നമ്മൾ ഈ വളം ഇട്ട് കൊടുത്താൽ മതി. ഇത് സ്ലോ റിലീസിങ് ഫെർട്ടിലൈസറാണ്. അതായത് ഒരു 5-6 മാസം കൊണ്ടാണ് ഇതിനകത്തുള്ള NPK ഈ ചെടിയിലേക്ക് വലിച്ചെടുക്കുകയുള്ളൂ. അത്രയും നാൾ നമുക്കിപ്പോൾ വളം പിന്നെ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ രീതിയിലുള്ള ഒരു ജെല്ല് പോലെയുള്ളൊരു സാധനമാണ് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തേക്കുന്നത്, NPK ഫില്ല് ചെയ്തേക്കുന്നത്. അത് സ്ലോ ആയിട്ട് ഈ 6 മാസം കൊണ്ട് ഈ പ്ലാന്റിന് കിട്ടിക്കോളും. ഇടയ്ക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴായാലും ഒക്കെ അതിങ്ങനെ വലിച്ചെടുത്തോളും. അപ്പോൾ മഴക്കാലത്ത് നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ ഫെർട്ടിലൈസറൊന്നും സ്പ്രേ ചെയ്യാവട്ടെ ഒഴിച്ചു കൊടുക്കാവട്ടെ ഒന്നും വേണ്ട, അതിൻ്റെ ആവശ്യം വരുന്നില്ല. അതാണ് ഇതിൻ്റെ ഈ മഴക്കാലത്ത് ഏറ്റവും നന്നായി യൂസ് ചെയ്യാവുന്ന ഒരു ഫെർട്ടിലൈസറാണത്. ബസാക്കോട്ടയാണത്. പിന്നെ ഈ ചെടികൾക്ക് മഴക്കാലത്ത് വരുന്ന ഒരു ഇതാണ് ഫംഗസ് വരും, ബാക്ടീരിയയുടെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമ്മൾ ഇതിന് ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു മാസത്തിലൊരിക്കൽ സാഫ് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്, കുറച്ച് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. വരാതിരിക്കാനായിട്ട് നമ്മൾ പ്രിക്കോഷൻ എടുക്കണം. അതുകൊണ്ടാണ് ഇടയ്ക്ക് അങ്ങനെ മാസത്തിലൊരിക്കൽ ഒഴിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ ഈ മഴക്കാലം പിന്നെ ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കുക, കൂടുതൽ വെള്ളം വീഴാതെ നോക്കുക. അങ്ങനെയൊക്കെ കുറേ നമ്മൾക്ക് ഈ പ്ലാന്റ് നശിച്ചു പോകാതെ സേവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മഴക്കാലത്ത് അഗ്ലോണിമ പരിചരണം നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.